ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പോട്രോണിക്സിൻ്റെ ഒരു മൊബൈൽ സ്റ്റാൻഡ്, മൊബൈൽ ഹോൾഡർ, കാറിനൊക്കെ വേണ്ടിയിട്ടുള്ള മൊബൈൽ ഹോൾഡറാണ്. നമ്മൾ സ്നാപ്ഡീലിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വന്ന ഐറ്റം ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ. നല്ല പാക്കിംഗ് ഒക്കെ അല്ലേ, അടിപൊളി പാക്കിങ്. പൊട്ടിച്ചോ. ഇതൊക്കെയത് ബ്രാൻഡ് നെയിം പ്രോട്രോണിക്സ്, മോഡൽ നെയിം ക്ലാമ്പ് M2, മോഡൽ നമ്പർ POR 1609, കളർ ബ്ലാക്ക്, ജനറിക് നെയിം മൊബൈൽ ഹോൾഡർ, 1 ഇയർ വാറണ്ടിയോട് കൂടി വരികയാണ്. എൻ്റെ MRP കൊടുത്തിരിക്കുന്നത് 899 രൂപയാണ്. കടയിലൊക്കെ എത്ര കൊടുക്കണമായിരിക്കും അല്ലേ? അടിപൊളി പാക്കിംഗ് ഒക്കെയാണ്. ഇതെന്തുവാണ്, പല കഷ്ണമാണല്ലോ. ഓഹോ, വാറണ്ടി കാർഡൊക്കെയാണ് കേട്ടാ. സിഗ്നേച്ചർ, സ്റ്റാമ്പ്, അതൊന്നുമില്ല. രജിസ്റ്റർ ചെയ്യുകയാണ്, ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണ്. വാട്സാപ്പ് നമ്പറിലോ അല്ലെങ്കിൽ സ്കാൻ ചെയ്തോ ഒക്കെ ആയിട്ട്. ഓക്കെ, ഇതാണ് എൻ്റെ മൊബൈൽ വെക്കുന്നത്. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. നമ്മൾ ആ പണ്ട് മേടിച്ച പോലെ ഒന്നുമല്ല, നല്ല ഇരിക്കുമോ ഇതിനകത്ത്. താഴേക്കുണ്ട് കേട്ടോ, താഴേക്ക് ഈ ഒരു വീഡിയോ ഞെക്കിയാണ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാൻഡ് നോക്കാം. സ്റ്റാൻഡ് എങ്ങനെ ഇരിക്കുന്നത്. ഇത് വണ്ടിയെ വെക്കുമ്പോൾ മാത്രമേ ഇത് തുറക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഉള്ള പൊടി മുഴുവൻ പിടിക്കും ഇതിലോട്ട്. അത്യാവശ്യം കൊള്ളാം സാധനമേ. ഇത് ലോക്ക് ചെയ്യാനായിട്ടില്ല, ഇങ്ങനെ വെച്ചിട്ടാണ് ഇത് അവിടോട്ട് വെക്കുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ലോക്ക് ചെയ്യുന്നത്. ചുമ്മാ അടി പ്ലാസ്റ്റിക് ഇരിക്കുന്നതുകൊണ്ടാണ് ഗ്ലാസ്സിലൊട്ടുന്നത് കേട്ടോ. ഇതിൻ്റെ അടിയിലത്തെ അതൊക്കെ ഒഴിവാക്കണം. പ്ലാസ്റ്റിക് ഒഴിവാക്കണം. പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ട് വേണം കാറിലൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ട്. വിൻഡ് ഷീൽഡിലൊന്നും ആദ്യം കൊണ്ട് വെക്കരുത്. ആദ്യം കൊണ്ടുപോയിട്ട് അതിൻ്റെ എവിടെ വെക്കേണ്ടതെന്ന് അറിയാം. ഡാഷ്ബോർഡിൽ വെക്കണം. ഓക്കെയാണ് കേട്ടോ, അടിപൊളിയാണ് സംഭവം. ഇതിപ്പോൾ എനിക്ക് ടെലിസ്കോപ്പ് ടൈപ്പാണ് തോന്നുന്നത്. ഇത് ഇത്ര ഹൈറ്റിലൊക്കെ പൊക്കാൻ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതിനനുസരിച്ച് ഫിറ്റ് ചെയ്താൽ കറക്റ്റാണ്. നല്ല വിലമാണ്. ഒരു 5-10 കിലോ തൂക്കി വെക്കാൻ ഇതിലോട്ട് ഇല്ലേ. ഓക്കെ, ഇങ്ങനെയാണത് ഡാഷ്ബോർഡിൽ ഫിറ്റ് ചെയ്യും. ഡാഷ്ബോർഡിലൊക്കെ ഫിറ്റ് ചെയ്താലോ. നമുക്ക് ഇവിടെ ഇത് ഫിറ്റ് ചെയ്യാനല്ല. അപ്പോൾ ഇവിടെ ആകുമ്പോൾ കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതിൻ്റെ ഇവിടെ തുടയ്ക്കണം. ഒരു മിനിറ്റ്, തുടച്ചില്ല. അല്ലേ, പോരെ.
പ്ലാസ്റ്റിക് കവറിങ് ഞാൻ ഊരിയിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് കവറിങ് ഇനി നമുക്കിത് വണ്ടിയൊക്കെ ഓടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ വൈബ്രേഷനൊക്കെ ഇതിനെ ബാധിക്കുന്നുണ്ടോ, എത്ര നാളിത് ഒട്ടിയിരിക്കും, ഇതൊക്കെ അനുസരിച്ച് നമുക്കൊരു റിവ്യൂവും കൂടെ പിന്നീട് ഇടാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.